ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി മീറ്റ് ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് എല്ലാവരും കണ്ടു നോക്ക്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മീറ്റ് ബോൾ ഉണ്ടാക്കാം. അതിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ബീഫ് കുക്കറിൽ 3 വിസിൽ വേവിച്ചെടുത്ത് അത് തണിഞ്ഞിട്ടായിട്ട് മിക്സിയിലടിച്ചെടുത്ത്. പിന്നെ അതിലേക്ക് ഒരു മുട്ട കൂട്ടുക. പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനതിലേക്ക് നീരുള്ളിയും പച്ചമുളകും മിക്സിയിലടിച്ചത് അത് മിക്സാക്കാം. പിന്നെ ഞാൻ ബോയിൽ ചെയ്ത ഇതിൽ ബാസ്മതി അരിയില്ലേ, അത് ഞാനിതിൽ കാണിക്കാൻ വിട്ടുപോയി. അത് കുറച്ചൊരു 2-3 സ്പൂൺ അതിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പേസ്റ്റ്, വെളുത്തുള്ളിയും ഇഞ്ചിൻ്റെ പേസ്റ്റ് എടുക്കുക. ലാസ്റ്റ് ഈ പട്ടട്ട പൊങ്ങിയത് അതിലിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒറിഗാനോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്ത സാധനം ഇത് നല്ല ഉരുള പോലെ ബോൾ രൂപത്തിലാക്കുക. നല്ലൊരു പൂരീൻ്റെ രൂപത്തിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യുമ്പോൾക്ക് ഫുള്ള് ഫ്ലെയിമിൽ ഫസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഈ ഉരുള ഇട്ടിട്ട് കൊടുക്കണം. ബോൾ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കണം. അപ്പം അന്നെങ്കിൽ ഉള്ളിൽ നല്ല ബന്ധിത്ത് പുറമെ നല്ല ക്രിസ്പി ആവും. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഈ ഫ്രൈ ആക്കിയത് കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഇതിലേക്ക് സോസിലേക്ക് ഇടാൻ തന്നെ മറ്റേ ടൊമാറ്റോ സോസെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കച്ചപ്പ് പിന്നെ അങ്ങനത്തെ എല്ലാം കൂട്ടിയിട്ട് ടൊമാറ്റോ സോസെല്ലാം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് സോസ് ഉണ്ടാക്കാം. അതിലേക്ക് ഞാനൊരു കഷ്ണം ബട്ടറിട്ട് 3 സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഇത് ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിലിട്ടെങ്കിൽ അത് നല്ലപോലെ ഇത് കരിയും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കണം. ആദ്യം കുറച്ച് പാലൊഴിക്കുക. പിന്നെ നമുക്കിത് എല്ലാം മിക്സ് ആയതിന് ശേഷം ഫുൾ പാലൊഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഇനി ബാക്കിയുണ്ട പാലും ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കുക. ബാക്കി ഞാൻ ഒരു കവറ് പാലാണ് എടുത്തിരുന്നത്, 500 ml ഒരു കവർ പാല്. പിന്നെ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമും പിന്നെ ഇതിലേക്ക് ഒരു ഫ്രഷ് ക്രീം ഫുൾ ഒഴിക്കുക. അത് ഫുൾ ഒഴിക്കുക. അപ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അതിലേക്ക് വൈറ്റ് സോസ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അങ്ങനെ ഫ്രഷ് ക്രീം ഒഴിച്ച് നല്ലതുപോലെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഫുൾ ഫ്ലെയിം ആകുമ്പോൾ അത് നല്ല സ്റ്റീലിൻ്റെ പാത്രം നമുക്ക് അടിക്കി ഇങ്ങനെ പിടിക്കും. പിന്നെ 3 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടാക്കുമ്പോൾക്ക് ഇങ്ങനെ തള വരുമ്പോൾക്ക് പിന്നെ അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ വൈറ്റ് സോസും റെഡിയായി. പിന്നെ മീറ്റ് ബോളും ഇവിടെ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ബോളയുടെ റെഡിയായി. അതിലേക്ക് ഈ വൈറ്റ് സോസ് മുകളിലേക്ക് ഒഴിച്ച് അതിൽ കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നമുക്ക് കഴിക്കാം. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.